അർത്ഥം എഴുതിയോ? അർത്ഥം നോക്കിയിട്ടാ ശ്രമിക്കരുത് ഷാദ്. അപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ട് 3 ആയത്തുണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബനൂ ഇസ്രായേലുകാരുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അവരുടെ ചരിത്രത്തിലെ അലഞ്ഞുതിരിയലിൻ്റെ ഘട്ടം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ കാലഘട്ടമാണ് വിവരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യം തന്നെയാണ് ഇനിയുള്ള ആയത്തിൽ 61-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. وإذ قلتم അതിനർത്ഥം ഇനി പറയേണ്ടിയില്ല. ഇത്രയും തവണ വൈദ് എന്നുള്ള വാക്ക് വന്നു. ഇത് തന്നെ നിങ്ങൾ സ്മരിക്കൂ, ഓർക്കൂ. ഇത് കുറു, നിങ്ങൾ ഓർക്കുക. ഇത് കുൽത്തും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അത് അവരോട് കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? യാ ബനീ ഇസ്രാഈൽ ഉദ്കുറൂ നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും, അവിടെ തുടങ്ങിയതാണ്. ബനൂ ഇസ്രായേലുകാരെ നിങ്ങളോട് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ആ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് ഈ ആയത്തുകളിൽ ഈ പറയുന്നത്. ഇതിനെ അനുഗ്രഹം എടുത്തു പറയുന്നത് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഒരു മനുഷ്യൻ ഹക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അയാൾക്ക് ചെയ്ത അനുഗ്രഹം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. അള്ളാഹ് നിനക്ക് ഇങ്ങനെ ചെയ്തു തന്നില്ലേ, ഇങ്ങനെ ചെയ്തു തന്നില്ലേ, ഇത്തരത്തില കാര്യങ്ങൾ നിനക്ക് ലഭിച്ചില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നീ അള്ളാഹുവോട് നന്ദി കാണിക്കുന്നില്ല? ഇവിടെ ആകട്ടെ ബനൂ ഇസ്രായേലുകാരെന്ന ഒരു ജനത, അവർക്ക് അവരുടെ പിതാക്കൾക്ക് ലഭിച്ച നിഅമത്തുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ നിഅമത്തുകൾ അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല നമ്മൾ പലപ്പോഴും ഇത് ഖുർആനിൽ ഈ വിവരിക്കപ്പെട്ട ചരിത്രങ്ങൾ ഇതുപോലെ തന്നെ ഇപ്പോൾ പോലും എന്തുണ്ട്, ഇവരുടെ കിതാബുകളിലുണ്ട്. ഈ സംഭവം അതേപോലെ തന്നെ അവരുടെ കിതാബിലുണ്ട്. ഇവിടെ ഈ പറയുന്ന കാര്യവും അവരുടെ കിതാബുകളിൽ വന്ന കാര്യമാണ്, അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ട്. വഇദ് ഖുൽതും യാ മൂസ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. എന്താ നിങ്ങൾ പറഞ്ഞത്? യാ മൂസ, യാ മൂസ, അല്ലയോ മൂസ. യാ എന്നുള്ളത് നിദാ ആണ്, വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, നമ്മുടെ നാട്ടിൽ പേര് അവസാനത്തിൽ ഇമാലത്ത് ചെയ്യുന്ന പോലെ നാട്ടിൽ പേര് അവസാനത്തിൽ ആളെ പേരിൻ്റെ അക്ഷരം മാറ്റലാണ്. അല്ലേ, ഇർഷാദ് എന്നാണെങ്കിൽ ഇർഷാദേ എന്ന് വിളിക്കും, അങ്ങനെ പറയുന്നേ. അറബിയിൽ അത് യാ എന്നുള്ള വിളിയാണ്. തുടക്കത്തിൽ യാ എന്ന് ചേർത്താൽ അത് വിളിയാണ്, നിദാഇന് വേണ്ടിയാണ്. നിദാഇന് ഓരോ ശൈലിയുണ്ട്. ഇവിടെ അറബിയിൽ അതിൻ്റെ ശൈലി യാ എന്ന് ചേർക്കലാണ്. ഏതൊരു പേരാണെങ്കിലും അതിന് മുൻപ് യാ എന്ന് ചേർത്താണ്. യാ മൂസ, യാ മൂസ, യാ മൂസ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ്. നമ്മൾ പഠിച്ച നിയമമാണത്. ലൻ നസ്ബിർ. നമുക്കവിടെ നസ്ബിറ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ലൻ വന്നതുകൊണ്ട്. മുന്നേ മീസാനിൽ പഠിച്ചിട്ടുണ്ട്. ലൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മുദാരിന് ഫത്ത് കൊടുക്കണം. ലൻ നസ്ബിറ. എന്താ ലൻ വന്നാലുള്ള പ്രത്യേകത? മഅന എന്താവും? മുസ്തഖ്ബിലാവും. ലൻ നസ്ബിർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കുകയില്ല. ലൻ നസ്ബിർ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദിൻ. ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ്, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അലാ തആം, ഒരു ഭക്ഷണത്തിൽ. അലാ തആമിൻ വാഹിദിൻ, ഒരൊറ്റ ഭക്ഷണത്തിൽ ക്ഷമിച്ചു കഴിയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഏതവരുദ്ദേശിക്കുന്നത്? മന്നു സൽവയാണ്. അവർക്ക് അള്ളാഹു മന്നും സൽവയും ഇറക്കി കൊടുത്തു. മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്ന ജനത, ഇവർ വർഷങ്ങളോളം ഫിറഔനിൻ്റെയും കൂട്ടരുടെയും കീഴിൽ അടിമത്തത്തിന് വിധേയരാക്കപ്പെട്ടവരായിരുന്നു. അടിമ ജീവിതം നയിച്ചിട്ടാണ് ശീലിച്ച ആളുകളാണ്. ഇവർ ഇവിടെ എത്തിയപ്പോൾ, പിന്നെ ഈ മരുഭൂമിയിലെത്തിയപ്പോൾ, അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ അവരോട് കൽപ്പിച്ചപ്പോൾ അവരതിന് തയ്യാറാകാതിരുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന്
ഈ അടിമ ജീവിതം കാലങ്ങളോളം നയിച്ചതുകൊണ്ട് അവർക്ക് വേറൊരു നാട് പോയി കിടക്കാൻ മാത്രമുള്ള മാനസികമായ ഔന്നത്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ജനതയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മളൊക്കെ അത് എപ്പോഴും മനസ്സിനെ ശ്രദ്ധിക്കണം. അതായത് ഇസ്സത്തിൽ ജീവിക്കുന്നവർക്ക് ബാധിക്കാവുന്ന പ്രശ്നമുള്ളതുപോലെ തന്നെയാണ് ദില്ലത്തിൽ ജീവിക്കുന്ന മനുഷ്യർ കുറേ കാലം അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കുഴപ്പമില്ലാതായി പോകും. അതിലൊരു പ്രശ്നം തോന്നാത്ത അവസ്ഥ വരും. അത് അവർക്ക് സ്വാഭാവികമായി തീരും. ഇവരെയും ബാധിച്ചത് അതാണ്. ഫസീറിങ്ങൾ ചില പറഞ്ഞേക്കാണ്, ഇവർ ധാരാളം കാലം അടിമ ജീവിതമായിരുന്നു അവിടെ നയിച്ചിരുന്നത്. പിന്നീട് ഇവർ സ്വതന്ത്രരായി. പക്ഷേ അപ്പോഴും കുറച്ചു കാലം മന്നും സൽവയും കഴിച്ചപ്പോഴേക്ക് ഇവരാഗ്രഹിക്കുന്നത് ഏതാണ്? പഴയ പച്ചക്കറി തിന്നുള്ള ജീവിതമാണ്. അതിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. ഇതേപോലെ ഈ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചപ്പോൾ അവരുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടതായി കാണാം. അടിമത്തം നിരോധിച്ചപ്പോൾ അടിമകളിൽ ചിലർ അവരുടെ ഉടമസ്ഥന്മാരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്നാണ്. കാരണം ഞങ്ങൾക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അടി കിട്ടാതെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ അറിയില്ല. കാരണം അതിൽ ശീലിച്ചു പോയിട്ട് അങ്ങനെ തന്നെ ജീവിച്ചിട്ട് ശീലമായി പോയത് കാരണം അതല്ലാത്ത മറ്റൊരു ജീവിതം അവർക്ക് സാധിച്ചിരുന്നില്ല തുടക്കത്തിൽ. പിന്നെയാണ് ഒരു തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇത് മാറിയത്. മനുഷ്യർ അവരുടെ ജീവിതം ഒരവസ്ഥയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അത് ശീലമായി പോകുന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണത്. ഇബ്നു ഇസ്രാഈലുകാർക്ക് സംഭവിച്ചത് അതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ലൻ നസ്ബിർ അലാ തആമിൻ വാഹിദ്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരേ ഭക്ഷണം അതിൽ ക്ഷമിച്ച് നിലകൊള്ളാൻ കഴിയില്ല. അലാ തആമിൻ വാഹിദ്, ശരി, അവർക്ക് ഒന്നിലധികം ഭക്ഷണം ഉണ്ടായിരുന്നു. മന്നുണ്ട്, സൽവയുമുണ്ട്. പിന്നെന്തുകൊണ്ടാണ് അവർ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞത്? ആയി വഹ്സൻത, ഒരു അഭിപ്രായം അതാണ്. അല്ല, തആമിൻ വാഹിദ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത് തന്നെയാണ്. എല്ലാ ദിവസവും മന്നും സൽവയുമാണ്. അപ്പോൾ അവർ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം ലഭിക്കുന്നു എന്നത് പരിഗണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് ഒരേ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റുകയില്ല, വേറെയും ഭക്ഷണം വേണം. ലൻ നസ്ബിർ അലാ തആമിൻ വാഹിദ്, ഞങ്ങൾക്ക് ഒരേ ഭക്ഷണത്തിൽ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല. ഫദ്ഉ ലനാ റബ്ബക്, അതിനാൽ ഫദ്ഉ, ഉദ്ഉ എന്നതും ഫാവും ചേർത്തുകൊണ്ടാണ് ഫദ്ഉ ആയത്. വദ്ഉ, ഫദ്ഉ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ആ തുടക്കത്തിൽ അലിഫ് വസലിലെ അലിഫാണ്. അത് ചേർത്ത് വായിക്കുമ്പോൾ അലിഫ് ഉച്ചാരണം ഉണ്ടാവില്ല. ഫദ്ഉ, അതിനാൽ, അത് ഈ പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം തന്നെ പറ്റില്ല എന്നതിനാൽ ഫദ്ഉ. ഉദ്ഉ എന്ന് പറയാൻ കാരണം എന്താ? ഉദ്ഉ എന്നൊന്നും പറയാതെ നീ ആയോ ഒരാളാണ് അല്ലേ? ദഅ യദ്ഉ ഉദ്ഉ, ഉദ്ഉ ഫദ്ഉ, നീ ദുആ ചെയ്യുക. ഫദ്ഉ ലന, ഞങ്ങൾക്ക് വേണ്ടി. ഫദ്ഉ ലന, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബക, നിൻ്റെ റബ്ബിനോട്. നോക്കൂ, അവിടെ ധാരാളം അദബുകേട് അവിടെ ഉണ്ട്. അവർ വേറൊരു ഭക്ഷണം ആഗ്രഹിച്ചു എന്നുള്ളതിന് അല്ല പ്രശ്നമുള്ളത്. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഈ ഭക്ഷണം അള്ളാഹു നൽകിയ മന്നും സൽവായെയും നിന്ദിക്കുന്ന രൂപത്തിൽ ആ അനുഗ്രഹത്തെ നിസ്സാരമാക്കുകയും അതിനെ വില കുറച്ച് കാണിക്കുകയും ചെയ്ത രൂപത്തിലാണ് ഈ കാര്യം പറയുന്നത്. അവർക്ക് വേറെ ഭക്ഷണം വേണം എന്നതിനേക്കാൾ ഇപ്പുറത്ത് ഇവർ ഈ നിഅമത്തിനെ നിസ്സാരമായി കാണുന്നു. അള്ളാഹു ഈ മരുഭൂമിയിൽ അവർക്ക് നൽകിയ ഒരു ഭക്ഷണം, അല്ലെങ്കിൽ വേറെ ആളൊരു ഭക്ഷണം ആഗ്രഹിക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല. ഒരാൾക്കൊരു ഭക്ഷണം ആഗ്രഹിക്കുക എന്നതൊരു തെറ്റായ കാര്യമല്ല. പക്ഷേ അവർ ഇതിനെ മോശമായി കണ്ടതുപോലെ, അത് മൂസാ നബിയുടെ വാക്കിലൊരു സൂചനയുണ്ട്. ഇതിന് പകരം വേറൊന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതുപോലെ അള്ളാഹു നൽകിയ ഒരു കാര്യം അതിനെ തീരെ വില കുറച്ച് കാണുകയും ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇത് മാറ്റിയിട്ട് വേറൊരു ഭക്ഷണം കൊണ്ടുപോകാം, അവർ ഇതിനോടൊപ്പം മറ്റൊന്ന് അധികരിച്ച് നൽകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മര്യാദ ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു അവർക്ക് തിരഞ്ഞെടുത്ത് നൽകിയതിനെ നിന്ദിക്കുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം. ഫദ്ഉ ലനാ റബ്ബക്, മാത്രമല്ല മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഫദ്ഉ ലനാ റബ്ബന എന്ന് പോലുമല്ല അവർ പറഞ്ഞത്. ഞങ്ങളുടെ റബ്ബിനോട് നീ ദുആ ചെയ്യൂ എന്നല്ല പറഞ്ഞത്. ഫദ്ഉ ലനാ റബ്ബക്, നീ നിൻ്റെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യും. അതായത് അള്ളാഹു അവരുടെ റബ്ബല്ലാത്തതുപോലെ അതിൽ ശരിയായ നിന്ദയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിന്ദിക്കുക എന്ന, അവഗണിക്കുക എന്ന, അതാണ് അതിലെ പ്രശ്നം. അല്ല, അതൊരു ഭക്ഷണം ഒരാൾ വേറൊന്ന് ആഗ്രഹിക്കുന്നു, കുറച്ച് ഒരു ഭക്ഷണം കഴിച്ചു അപ്പോൾ വേറെ ഭക്ഷണത്തോട് ആഗ്രഹം തോന്നും, അതല്ല അവിടുത്തെ വിഷയം. ഒന്ന്, അവർ അള്ളാഹു നൽകിയ നിഅമത്തിനെ തള്ളിക്കളയുന്ന വിധത്തിലാണ് ഇത് ചോദിക്കുന്നത്.
ഏതുപോലെ ശബ ഗോത്രക്കാർ ചെയ്തതുപോലെ. ഇതിന് സമാനമായ കാര്യമാണ് അവിടെ ശബ ഗോത്രക്കാർ ചെയ്തത്. ഇതിനാണ് കുഫ്റു നിഅമത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുക, നിന്ദിക്കുക, നിസ്സാരമായി കാണുക, ചെറുതാക്കി കാണുക, കൊച്ചാക്കി കാണുക, അനുഗ്രഹത്തെ ചെറുതായി കാണുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ അവരൊരു ഭക്ഷണം ആഗ്രഹിക്കുന്നു എന്നതല്ല അതിലത്തെ വിഷയം. ഒന്നാമത്തെ കാര്യം, അവർ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിസ്സാരമായി കൊണ്ടുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് മതിയാവില്ല, ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നമുക്ക് അവരോട് എന്തൊരു ഉപദ്രവം ചെയ്തതുപോലെയാണ് അവർ പറയുന്നത്. ല നസ്ബിർ അലാ തഅം വാഹിദ്, ഭക്ഷണം കിട്ടിയതിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സബർ എപ്പോഴാണ് വേണ്ടത്? പ്രയാസം ഉണ്ടാകുമ്പോഴാണ്. നിഅമത്തിനാണ് അവർ സബർ എന്ന് പറയുന്നത്. അനുഗ്രഹം ലഭിച്ചതിനെതിരാണ് ക്ഷമിക്കുന്നത്. ലൻ നസ്ബിർ അലാ തഅം വാഹിദ് ഒക്കെ പ്രയോഗം വളരെ മോശമായ പ്രയോഗം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിസ്സാരവൽക്കരിക്കുന്ന പ്രയോഗമാണത്. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഫദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോട് തേടൂ എന്നാണ് പറഞ്ഞത്. അള്ളാഹു അവരുടെ റബ്ബല്ലാത്തതുപോലെ. ഇത് ഒരു പലതവണ ഈ പദപ്രയോഗം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദൂൻ എന്ന വാക്ക്. യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കാണ് ഇദ്ഹബ് അൻത വറബ്ബുക. മൂസ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ. നോക്കൂ, അത് ഇതേ പ്രയോഗമാണ്. നിന്റെ റബ്ബ് എന്നാണ് അവർ ഉപയോഗിച്ചത്, നമ്മുടെ റബ്ബ് എന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും റബ്ബ് എന്നല്ല. നിന്റെ റബ്ബ് മൂസാ നബിയുടെ മാത്രം റബ്ബാണ് എന്നത് പോലെയായിരുന്നു അവരുടെ പ്രയോഗം. ഇതേ ചോദ്യം ഈസാ നബിയുടെ ജനതയും ചോദിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ. സൂറത്തുൽ മാഇദയിലുണ്ട്. എന്താണ്? സുമാഇദയുടെ അവസാനത്തിൽ മാഇദ എന്ന സൂറത്തിന് പേര് നൽകിയത് തന്നെ ആ ചരിത്രകാരനാണ്. ഹൽ യസ്തതീഉ റബ്ബുക അൻ തുനസ്സില അലൈന മാഇദതൻ മിനസ് സമാ. നസ്രാനികൾ ഇതേ ചോദ്യം ചോദിച്ചത്. ഹൽ യസ്തതീഉ റബ്ബുക, നിന്റെ റബ്ബിന് കഴിയുമോ അൻ യുനസ്സില അലൈന മാഇദ, ഞങ്ങൾക്ക് ആകാശത്ത് നിന്നൊരു തളിക ഇറക്കി തരാൻ. നോക്കുക, നമ്മുടെ റബ്ബ് എന്നേ എല്ലാവരും ഉപയോഗിക്കുന്നത്, നിന്റെ റബ്ബ് എന്നാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ റബ്ബല്ലാത്ത. രണ്ടാമത്തെ അതിലെ മര്യാദകളുടെ അതാണ്. ഒന്ന്, അനുഗ്രഹത്തെ നിന്ദിക്കുക എന്നത് നിസ്സാരമായി കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ ശബ ഗോത്രക്കാർ ഇതേ കാര്യമാണ് ചെയ്തത്. ശബ ഗോത്രക്കാർ അവർക്ക് നാടുകളിലേക്ക് യാത്ര പോകാൻ വളരെ സൗകര്യമുണ്ടായിരുന്നു. അവർ ദൂരപ്രദേശങ്ങളിലേക്കുള്ള വലിയ പട്ടണങ്ങൾ, യമനിൽ ഷാമിലേക്ക് യാത്ര ചെയ്യാൻ, യമനിലാണ് ശബ ഉണ്ടായിരുന്നത്, വലിയ പട്ടണമായിരുന്നു. വലിയ ഭക്ഷണവും അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് തുറന്നു നൽകിയിരുന്നു. അപ്പോൾ ഈ ദൂരയാത്ര, അതിനിടയിൽ ചെറിയ ചെറിയ ഗോത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ചെറിയ ഗോത്രങ്ങൾ കൊണ്ടുള്ള ഉപകാരം എന്താ? ഒരു സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൊള്ളക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല. കൊള്ളക്കാർ പൊതുവെ എവിടെയാണ് ഉണ്ടാവുക? വിജനമായ വലിയ വിദൂര വഴികളിലാണ് കൊള്ളക്കാർ തങ്ങുക, ആൾക്കാരില്ലാത്ത സ്ഥലത്ത്. അവർക്കിത് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമായിരുന്നു. ചെറിയ ചെറിയ ഇടത്താവളങ്ങൾ അവർക്ക് നിശ്ചയിച്ച് നൽകിയെന്ന്. അവരെന്ത് ചെയ്തു? അല്ലാഹുമ്മ ബാഇദ് ബൈന അസ്ഫാരിന, അള്ളാഹുവെ ഞങ്ങളുടെ ഈ യാത്രാ വഴികൾ നീ എന്ത് ചെയ്യണം? അകൽച്ചയുണ്ടാക്കണം. അള്ളാഹു അവർ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന്. ചിലപ്പോൾ ഈ വഴികളിലുള്ള ഗോത്രക്കാർ അവർക്ക് ഇതുകൊണ്ട് വല്ല അനുഗ്രഹവും ലഭിക്കുന്നില്ല, അസൂയ കൊണ്ടാണോ? അള്ളാഹു ആലം. അപ്പോൾ അവർ അള്ളാഹു നൽകിയൊരു നിഅമത്തായിരുന്നു നിങ്ങൾക്ക് പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ അത് അവർ നന്ദികേടായിട്ടാണ് കാണിച്ചത്. അതേ കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന്, അപ്പോൾ ബത്തറു നിഅമത്ത് അതിനെ നിഷേധിക്കുക എന്നതൊന്ന്. രണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ മര്യാദയില്ലാതെ അവർ ഇത് ചോദിച്ചു എന്നത് രണ്ട്. മൂന്നാമത്തെ കാര്യം, ചോദിച്ച കാര്യം എന്താണ്? ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ വരുന്നത് പോലെ ഞങ്ങൾക്ക് ഉള്ളിയും പയറും വെളുത്തുള്ളിയും അതുപോലെ തന്നെയുള്ള ഭക്ഷണം ലഭിക്കണമെന്നാണ്. അത് ഒരു നബിയോട് ദുആ ചെയ്ത് പറയാൻ മാത്രമുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് മൂസാ നബി അവരോട് പറഞ്ഞു, ഹബത്തുമ്മ സറഫൈനലക്കും മശാഅത്ത്, നിങ്ങൾ ചുറ്റുവട്ടത്തിൽ ഏതെങ്കിലും നാട്ടിൽ പോയി ചോദിച്ചാൽ കിട്ടാവുന്നൊരു കാര്യമാണിത്. ഒരു റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി തേടുന്ന കാര്യം നോക്കൂ. ഒന്ന്, ഇത്ര വലിയൊരു അനുഗ്രഹം നൽകപ്പെട്ട ഷെയ്ഖ് ഫൗസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറഞ്ഞേക്കണം, ഒരു ജനതക്കും നൽകപ്പെടാത്തൊരു അനുഗ്രഹമാണ് അവർക്ക് കൊടുത്തത്. മന്നും ശൽവായും ഇങ്ങനത്തെ ഒരു ഭക്ഷണം വേറെ ആർക്ക് കൊടുത്തിട്ടില്ല. അത് ലഭിച്ച ശേഷമാണ് ഇവരിത് പറയുന്നത്.
എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ അവർ പറഞ്ഞ കാര്യം ഇൻഷാ അല്ലാഹ് തഫ്സീൽ പറയുന്ന നിലവാരമില്ലാത്ത വില കുറഞ്ഞ കാര്യങ്ങളാണ് ചോദിച്ചത്. അവരുടെ ചോദ്യത്തിൽ അവർ അദബുകേട് പുലർത്തി. അവർ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നിസ്സാരമാക്കി. അവർ ചോദിക്കാൻ ആവശ്യപ്പെട്ടതാകട്ടെ ഒരു വിലയുമില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നിങ്ങനെ പലതരത്തിൽ അവരുടെ അദബുകേട്, അവരുടെ മര്യാദയില്ലായ്മ പ്രകടമാകുന്ന വാക്കാണിത്. ഫദ്ഉ ലനാ റബ്ബക, നീ നിൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി. ഇതിന് സമാനമായ തെളിവറിയും വന്നിട്ടുണ്ട്. ഞാൻ ചിലത് പറഞ്ഞു. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. നോക്കൂ, അതിൽ വേറൊരു മര്യാദകേട് കൂടിയുണ്ട്. നല്ലത് എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകൂ എന്നല്ല പറയുന്നത്. പിന്നെയോ അവർ നിശ്ചയിക്കണം ഇന്നതൊക്കെ ഞങ്ങൾക്ക് വേണം. അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് തരട്ടെ, ഞങ്ങൾക്ക് ഖൈറായത് റബ്ബ് നൽകട്ടെ എന്ന വാക്കേ അല്ല. ഓക്കെ, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം? യുഖ്രിജ് ലന, യുഖ്രിജ് പുറത്തേക്ക് കൊണ്ടുവരാം. ഖറജ പുറത്തു വന്നു, യുഖ്രിജ് പുറത്തേക്ക് കൊണ്ടുവരാം. യുഖ്രിജ് ലന, ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് തരട്ടെ. ഇത് അള്ളാഹുവിനോട് നീ ദുആ ചെയ്യുക. എന്തിന്? യുഖ്രിജ് ലന, ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് തരാൻ. എന്തു പുറത്തു കൊണ്ട്? മിമ്മ തുംബിതുൽ അർദ്, അമ്പത്തന്നെ മുളപ്പിക്കാം. മിമ്മ തുംബിതുൽ അർദു, ഇത് തുംബിത്തു എന്ന് പറയാൻ കാരണം അല്ല, മുളപ്പിക്കുന്നത് തന്നെ അർത്ഥം. എങ്ങനെയൊക്കെ അതിൻ്റെ മാതി എങ്ങനെ? നബത്തല്ല, അമ്പറ്റ. അയവ മുദാര യുംബിത്തു. തുംബിത്തു എന്തായിരിക്കും? അർദയാണ്, മുഅന്നസാണ്. തുംബിത്തുൽ അർദ് മുഅന്നസാണ്, സ്ത്രീപദമായതുകൊണ്ടാണ് തുംബിത്തു എന്ന് ഉപയോഗിച്ചത്. തുംബിത്തുൽ അർദ്, ഭൂമി സ്ത്രീ ലിംഗപദമാണ്. മിമ്മ തുംബിത്തുൽ അർദ്, ഭൂമി മുളപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് തരണം. ഭൂമി മുളപ്പിക്കുന്ന എന്തെങ്കിലും മതിയോ? പോരാ, പിന്നെന്ത് വേണം? ഇനി പറയുന്ന കാര്യങ്ങൾ. മിമ്മ തുംബിത്തുൽ അർദ്, റഹ്മക്കല്ലാഹ്, ഇനി പറയുന്ന കാര്യങ്ങൾ. മിമ്മ, ഭൂമി പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിന്ന് ചിലത് ഞങ്ങൾക്ക് വേണം. ഏതാണ് വേണ്ടത്? മിൻ ബഖ്ലിഹ, അതിൽപ്പെട്ടതാണ് ബഖ്ല്. ബഖ്ൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, കൊമ്പില്ലാത്ത ഒരു എന്താ പറയുക, ഇങ്ങനെ ഷാക്കിൽ ഉറച്ചു നിൽക്കാത്ത ചെടികളാണ്. ഉദാഹരണത്തിന് ചീര, അല്ലെങ്കിൽ ചില പറഞ്ഞു ചീരയാണ്. ചീര നിങ്ങൾ കണ്ടിട്ടില്ല, തന്നിട്ടാണ്. പിന്നെ എന്താ അതിന് എന്തുണ്ടാവില്ല, കൊമ്പുകളുണ്ടാവില്ല. മിമ്മായി, അതിന് കൊമ്പുകളുണ്ടാവില്ല, അതിങ്ങനെ ഒറ്റ തടിയിലുണ്ടാവും, പിന്നെ വശങ്ങളിലേക്ക് പോകും. ഇവർ പറയും മിമ്മ തുംബിത്തുൽ അർദു മിൻ ബഖ്ലിഹ, ബഖ്ല് ചീരയാണ്. മിൻ ബഖ്ലിഹ വഖിസ്സാഇഹ, ഖിസ്സാ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചില സമയത്ത്, നിങ്ങളിവിടെ മാർക്കറ്റിൽ പോയാൽ കിട്ടും. ഖിസ്സാ, അയ്യോ ആശാന്ത്, ഖിസ്സാ കുക്കുമ്പറാണ്. അവിടെ മാർക്കറ്റിൽ അങ്ങനെയല്ല പറയൽ, ഖിസ്സാ എന്ന് ചിലടത്ത് എഴുതിയേക്കല്ല, ഖിയാർ എന്നായി. ഖിയാർ അതേ സാധനം, ഖിയാറൻ. ചിലടത്ത് ഖിസ്സാ എന്ന് എഴുതിയുണ്ട്. ഖിസ്സാ എന്ന് പറഞ്ഞാൽ ഖിയാർ. ഖിയാർ എന്നാ കക്കരി, അല്ലെങ്കിൽ കക്കരി. അപ്പോൾ ബഖ്ല്, ഖിസ്സാ, പിന്നെ ഫൂമ് ചിലർ പറഞ്ഞു ഫൂമാണ്. ഫൂമും ഒരേ സാധനമാണ്. ഫൂമെന്താ? വെളുത്തുള്ളി. ഫൂം നമ്മളെ പരിഭാഷകളിലുള്ളത് ഗോതമ്പ് എന്നാണ്. അത് രണ്ടാമതൊരു അഭിപ്രായമാണ്. ചില പറഞ്ഞു ഫൂം എന്ന് പറഞ്ഞാൽ ഫൂം ഇവിടെ ഗോതമ്പിനോ മറ്റേ ഇതൊക്കെ എന്താ ഫൂം എന്നല്ല, ഇതിന് ഇതല്ല. രണ്ടാമതൊരു അഭിപ്രായം ഉള്ളത് ഫൂം എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്. പക്ഷേ അള്ളാഹു അഅലം പല മുഫസ്സിരീങ്ങൾ സ്വീകരിച്ച അഭിപ്രായം ഫൂം എന്ന് പറഞ്ഞാൽ ഫൂമാണ്. ഫൂം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. കാരണം അതാണ് അവിടെ കൂടുതൽ യോജിക്കുന്നത്. ഒന്നൊരു മരുഭൂമിയിലായിരുന്നു, അവിടെ ഗോതമ്പ് എന്തായാലും ഇതായിരിക്കാനോ കൂടുതൽ സാധ്യത ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? ബഖ്ലിഹ വഖിസ്സാഇഹ വഫൂമിഹ. ബഖ്ല്, ഖിസ്സാ, ഫൂം. ഇത് ഒരു അദബുകേടാണ്. ഇത് ഇങ്ങനെ ചോദിക്കാന്നുള്ളത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എനിക്ക് ഏറ്റവും ഖൈറായത് നൽകണേ എന്ന് പറയുന്നതിന് പകരം ഇന്നത് തഹ്ദീദ് ചെയ്ത് എനിക്ക് തന്നിരിക്കണം. ചോദ്യത്തിലൊരു മര്യാദയില്ലാത്ത ചോദ്യമാണത്. ചോദിക്കുന്നതിൽ തെറ്റില്ല, അള്ളാഹുവിനോട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചോദിക്കും. പക്ഷേ ആ ചോദ്യത്തിൽ എന്തുണ്ടായിരിക്കണം? ഇത് റബ്ബെ ഖൈറാണെങ്കിൽ എനിക്ക് തരണേ.
എനിക്കിതിൽ ആഫിയത്തുണ്ടെങ്കിൽ നൽകണേ. ഇതങ്ങനെ ഒന്നല്ല അവർ പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ പറഞ്ഞത് കിട്ടിയിരിക്കണം. ഒരു ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്യുന്ന രീതിയിലാണ് അവർ അള്ളാഹുവിനോടുള്ള ദുആ വിവരിക്കുന്നത്. അതിൽ മര്യാദ കേട്ട് നിങ്ങൾക്ക് അതിൽ പ്രകടമാണ് ആ വാക്കുകളിൽ. മിൻ ബഖ്ലിഹ വഖിസ്സാഇഹ വഫൂമിഹ വഅദസിഹ. അദസ് പയർ അല്ലെങ്കിൽ പരിപ്പ്. പിന്നെ ഇതിലൊക്കെയുള്ള പയർന്ന് കൊടുത്തത്, പരിഭാഷയിലൊക്കെ കാണുന്നത് പയർന്ന്. എനിക്ക് ഇങ്ങനത്തെ വാക്കുകൾ ചെറിയ ഇഷ്കാലുള്ള ആളാണ്. അദസ് ഹോട്ടലിൽ എന്താ പറയുക, പരിപ്പിനാറിയില്ലേ, പരിപ്പിനാറ്, പരിപ്പിലെ പയറിവിടെ. ഇതിലുള്ളത് പയർന്നാണ് പരിഭാഷയിലൊക്കെ ഉള്ളത്. കാരണം ഇത് മറ്റേ അറബി തഫ്സീറുകൾ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം അതിൻ്റെ വിശദീകരണം കൊടുത്തത് അത് മാറൂഫാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അറിയുന്നത് നമുക്ക് അറബിയിൽ അറിയാമല്ലോ. ബസൽ എനിക്കറിയാം, മാറൂഫാണ്. ഏതാ? അയ്യോ, ഉള്ളി. ചില ആളുകൾ ഈ അദസിന് ഒരു മോശം മണം ഉണ്ട് പറഞ്ഞു. പയറിന് അങ്ങനെ മോശം മണം ഉണ്ടാവില്ലല്ലോ. ചിലർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും അല്ലേ, പറഞ്ഞ ആൾക്കാർക്ക് മണം പറ്റാത്തതുകൊണ്ടായിരിക്കും. അദസിന് മോശം മണമുണ്ട്, പ്രശ്നം. അപ്പം ഈ 5 ഭക്ഷണം ഏതൊക്കെയാണ്? ബഖല്, ഖിസ്സ, ഫൂമ്, അദസ്, ബസൽ. 5 ഭക്ഷണങ്ങളാണ് അവർ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതൊക്കെ അവർ മിസ്റിൽ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളാണ്. ഇതൊക്കെ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ മിസ്റിൽ പൊതുവെ പ്രചാരമുള്ള ഭക്ഷണങ്ങളുമാണ്. പ്രത്യേകിച്ച് അക്കാലഘട്ടത്തിൽ തഫ്സീറിൽ ഇപ്പോഴും കാണാൻ, പല തഫ്സീറിലും എഴുതിയ കാണാം, ഇതൊക്കെ മിസ്റിലുള്ള ഇപ്പോഴുള്ള ഭക്ഷണങ്ങളാണ്. അതായത് മിസ്റിലെ ആൾക്കാർ കാര്യമായി കഴിച്ചിരുന്ന ഭക്ഷണമാണ്. അതാണ് അവർ ആവശ്യപ്പെട്ടത്. ബഖ്ല്, ഖിസ്സ, ഫൂമ്, അദസ്, ബസൽ. ഇത് അവർ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സ വഫൂമിഹ വഅദസ വബസൽ. ഇവിടെ ഒരു പ്രയോഗ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കണം. തുംബിതുൽ അർദ് എന്നാണ് പറഞ്ഞത്, ഭൂമി മുളപ്പിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിവരിച്ചതായി കാണാം. പിന്നെ ഒരു കാര്യം ഉണ്ടാകുന്നതിൻ്റെ കാരണത്തിലേക്ക് ചേർത്തി പറയുന്നത് അനുവദനീയമാണ്. ഭൂമി മുളപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്. പക്ഷേ ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. അത് ഭൂമി മുളപ്പിച്ച വൃക്ഷം അല്ലെങ്കിൽ മരങ്ങൾ, ചെടികൾ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഭൂമിയിലാണിത് മുളക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ പ്രയോഗം അനുവദനീയമാണ് എന്നതിനെ ആയത്ത് അദ്ദേഹം തെളിവാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്താം, കാരണങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാം. അതൊരിക്കലും അള്ളാഹുവിനെ നിഷേധിക്കലല്ല. ആ കാരണങ്ങളെ പൂർണ്ണമായി ഇതാക്കാത്തടത്തോളം. قال أتستبدلون الذي هو أدنى بالذي هو خير. قال من؟ قال موسى عليه الصلاة والسلام. موسى നബി പറഞ്ഞു, أتستبدلون أتستبدلون استبدل يستبدلوا تستبدلوا. أتستبدلون എന്ന് പറയുമ്പോൾ ഇസ്തിഫ്ഹാമാണ് അല്ലേ? നിങ്ങൾ ഇസ്തബ്ദല എവിടെ കാണുന്ന വാക്ക്? ബദലല്ലാതെ തന്നെ ഇവിടെ കാണുന്ന മറ്റേ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇസ്തിബ്ദാൽ ഇവിടെ 3 ദിവസത്തിനുള്ളിലായിരിക്കണം. ഇസ്തിബ്ദാൽ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഇസ്തിബ്ദാൽ. ഒരു കാര്യത്തിനു പകരം മറ്റൊന്ന് വാങ്ങിക്കുന്നതിന് ഇസ്തിബ്ദാൽ എന്ന് പറയുള്ളൂ. ഒന്നിന് പകരം മറ്റൊന്ന്. അല്ലാഹു അലം, അതിലൊരു സൂചനയുണ്ട്. അവർക്ക് ഈ മന്നു സെൽവ വേണ്ട, പകരം മറ്റേത് മതി എന്നുള്ള പ്രയോഗമാണ് അവർ ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നത്. നമുക്കത് വേണ്ട, ഇത് മതി, പകരം ഇത് പറ്റുമ്പോൾ അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പിന് പകരമാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചത്. അത് മറ്റൊരു അനീതിയാണ്, മറ്റൊരു അന്യായമാണ്. തെസ്തബ്ദിലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറ്റിമറിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പകരം ആവശ്യപ്പെടുകയാണ്. ഇസ്തബ്ദല എന്ന് പറയുമ്പോൾ പകരം ചോദിക്കാം. ആ തെസ്തബ്ദിലൂൻ, നിങ്ങൾ പകരം വെക്കുകയാണോ? തെസ്തബ്ദിലൂൻ അല്ലദീ, നിങ്ങൾ പകരമായിട്ട് എടുക്കുന്നത് ഏതാ? തെസ്തബ്ദിലൂൻ അല്ലദീ ഹുവ അദ്ന. അല്ലദീ ഹുവ അദ്ന, അല്ലദീ ഒന്ന്, ഹുവ അദ്ന, അദ്ന എന്ന് പറഞ്ഞാൽ അഖൽ, താഴെയുള്ളത്, അത് വില കുറഞ്ഞത്, നിലവാരമില്ലാത്തത്. അദ്ന എന്നുള്ളതിന് പല അർത്ഥങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അവർ പറഞ്ഞു, പ്രധാനമായ അർത്ഥം ഈ തീരെ നിലവാരമില്ലാത്ത മനുഷ്യന്മാർക്ക് മോശമായത് പറയുന്ന ആളുകൾക്കിടെ ഒരു വിലയില്ലാത്ത, എല്ലാ കച്ചറയും എല്ലാ വൃത്തികേടിനും പിറകിൽ പോകുന്ന മനുഷ്യർക്ക് പറയും ധനി എന്ന് പറയും. ധനി, അങ്ങനത്തെ ആൾക്കാർക്ക്, അതായത് തീരെ ജനങ്ങൾക്കിടയിൽ ഒരു വിലയില്ലാത്ത എല്ലാ കച്ചറയും പെറുക്കാൻ പോകുന്ന ആളുകളില്ലേ, അവർക്ക് അതിനാണ് ശരിക്കും ഈ വാക്ക് വന്നത്, ധനി എന്നുള്ള
എന്നാണ് വാക്ക് വന്നത്. തസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന, അതായത് നിലവാരമില്ലാത്ത രുചിയോ അതല്ലെങ്കിൽ ഉപകാരമോ പ്രയോജനമോ ഒക്കെ ഈ കാര്യത്തിലൊക്കെ മന്നും സൽവയേക്കാളും താഴെയാണ് ഇത് ഈ പറഞ്ഞതൊക്കെ ഉള്ളത്. എല്ലാ അർത്ഥത്തിലും താഴെയുള്ള നിലവാരം കുറഞ്ഞ കാര്യം. അത്തസ്തബ്ദിലൂന ബില്ലദീ ഹുവ അദ്ന, ഒരു കാര്യം ബില്ലദീ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഹുവ അദ്ന ആ കാര്യം എന്താണ്? താഴെയാണ്. ഹുവ അദ്ന ബില്ലദീ ഹുവ ഖൈർ. ഉദാഹരണത്തിന് അറബിയിൽ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കാം. ഇസ്തബ്ദൽതു അസ്സൗബ ബിദ്ദീനാർ. ഇസ്തബ്ദൽതു അസ്സൗബ ബിദ്ദീനാർ. ഇസ്തബ്ദൽതു അസ്സൗബ, ഞാൻ സൗബ് പകരമാക്കിയെടുത്തു. ബിദ്ദീനാർ, എന്തിനു പകരമായിട്ട്? ദീനാർ പകരമായിട്ട്. ഇവിടെ ഇവർ പകരം വാങ്ങിച്ച ഏതാ? ബില്ലദീ ഹുവ അദ്ന. അവരതിന് പകരം കൊടുക്കുന്ന ഏതാ? ബില്ലദീ ഹുവ ഖൈർ, നല്ലതായത്. ഖൈറായത് നൽകിക്കൊണ്ട് അതിൽ താഴെയുള്ളത് നിങ്ങൾ പകരമെടുക്കുകയാണോ? പക്ഷേ പറഞ്ഞേ അല്ലദീ അയ്വ അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന ബില്ലദീ, ഞാൻ പറഞ്ഞ തെറ്റി. ഓക്കെ. അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന ബില്ലദീ ഹുവ ഖൈർ. അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന ബില്ലദീ ഹുവ ഖൈർ. ഖൈറായത് നൽകിക്കൊണ്ട് നിങ്ങൾ ഏതെടുക്കാൻ? അല്ലദീ ഹുവ അദ്ന, കുറഞ്ഞത്, താഴെയുള്ളത് നിങ്ങൾ സ്വീകരിക്കുകയാണോ? അപ്പോൾ അദ്ന എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം ബഖൽ, ഖിസ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഖൈർ എന്ന് പറഞ്ഞത് മന്നു സൽവയുമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്ത് അദ്ദേഹം എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ശരീരത്തിന് ഉപകാരമില്ലാത്ത, അതായത് മന്നും സൽവയേക്കാളും ഉപകാരം കുറഞ്ഞ വസ്തു മന്നും സൽവയും ഒഴിവാക്കി അതിനേക്കാൾ ഉപകാരം കുറഞ്ഞ, ശരീരത്തിന് പ്രയോജനം കുറഞ്ഞ ബഖലും ഖിസ്സാവും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കുന്നവൻ, അവൻ ഈമാനിന് പകരം കുഫർ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അത് പ്രത്യേകിച്ചൊരു അത്ഭുതമില്ല. വില കൂടിയ ഈമാൻ അത് കൊടുത്തിട്ട് കുഫർ വാങ്ങിച്ചു എന്നത് ഒരു അത്ഭുതകരമായ കാര്യമല്ല. കാരണം കൗമ് അവനവൻ്റെ ശരീരത്തിന് പോലും ഉപകാരമുള്ള സാധനം എടുക്കുന്നില്ല, പിന്നെ അതിന് പകരം ഉപകാരമില്ലാത്തതാണ് വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ വരെ ഇങ്ങനെ ഖൈറായത് ഒഴിവാക്കി ഷർറ് മാത്രം വാങ്ങിച്ചു കൂട്ടുന്നവൻ അവൻ്റെ റൂഹിന് ഉപകാരമുള്ള ഈമാൻ വലിച്ചെറിഞ്ഞ് കുഫർ വാങ്ങിക്കുന്നതിൽ അത്ഭുതമില്ല. അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം അത് പറഞ്ഞു. രണ്ടാമത് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം അജീബായ ഒരു ഇസ്തിദ്ലാലുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ചില സ്ഥലത്തുള്ള ആയത്തുകളുടെ വിശദീകരണം കണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ സ്വഭാവം ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾക്ക് പകരമായി സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനം ചമക്കുന്നവർക്കും ബാധകമാണ്. കാരണം അള്ളാഹുവിൻ്റെ കിതാബ് അതിലുള്ള ഈമാനികമായ നല്ല അർത്ഥം ഒഴിവാക്കി അവൻ്റെ നിലവാരം, അദ്ദേഹം പറഞ്ഞ ഒക്കൂൽ സഖീഫാണ്, വിലയില്ലാത്ത മാലിന്യം പേറുന്ന ബുദ്ധി എടുക്കുന്നവൻ അവൻ ബനൂ ഇസ്രായേലുകാരുടെ അതേ സ്വഭാവത്തിലുള്ളത്. മന്നു സൽവ ഒഴിവാക്കിയിട്ട് ഖിസ്സാവും ഫൂമും വാങ്ങിച്ചേർത്തേണ്ട അവസ്ഥയിലാണ്. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്തിലുള്ള നേർക്ക് നേരുള്ള കാര്യം എടുക്കാതെ ഇവൻ എന്തെടുത്തുകൊണ്ടിരുന്നത്? അരിസ്റ്റോട്ടലിൻ്റെ ബുദ്ധി, പ്ലേറ്റോയുടെ ബുദ്ധി, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനും ഹദീസിനും വ്യാഖ്യാനം ചമച്ച് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭംഗി ഒഴിവാക്കിയിട്ട് അവന് അതിൻ്റെ പുറകെയാണ് ഓടുന്നത്, ഇതിൻ്റെ പുറകെയാണ് ഓടുന്നത്. ഈ കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് പറയാൻ പറ്റും വേറെ അർത്ഥത്തിൽ. അള്ളാഹുവിൻ്റെ കലാമിലുള്ള തൗഹീദ് ഒഴിവാക്കിയിട്ട് അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണമെന്ന ആയത്ത് ഒഴിവാക്കിയിട്ട് ഇത്ര ആയത്തുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നത് വന്നിട്ട് ഇതിന് പകരം ജനങ്ങൾ സ്വീകരിക്കുന്ന ഏതാണ്? ഒരു തെളിവും വന്നിട്ടില്ലാത്ത ജാറങ്ങളെയും മഖ്ബറകളെയും ഔലിയാക്കന്മാരെയും തേടുക എന്നതാണ്. അവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്, തസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഇത്രയും നല്ല തൗഹീദ് ഉണ്ടായിട്ട് ഇതിന് പകരം നിങ്ങൾ ശിർക്കാണോ എടുത്തു പോയിട്ട് വാങ്ങിക്കുന്നത്? അതേപോലെ തന്നെയാണ് മദ്ഹബി മുഖല്ലിദുകളായ മുതഅസ്സിബീങ്ങളോട് പറയാനുള്ളത്. മദ്ഹബ് ഇമാം ഷാഫിഈ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളത് സ്വീകരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ മുതഅസ്സിബീങ്ങളായ മദ്ഹബ് പഠിക്കുന്ന ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്.
മറിച്ച് മദ്ഹബിൻ്റെ ഇമാം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേരെ ഹദീസ് കണ്ടാലും, റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ വ്യക്തമായി അത് വന്ന് കണ്ടാലും അത് സ്വീകരിക്കാത്തതോടെ ഇതേ ചോദ്യം ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ വെടിഞ്ഞിട്ട് അവിടുത്തെ താഴെയുള്ള ആൾക്കാരാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിക്കാതെ അതിൽ താഴെയുള്ള എത്ര വന്നാൽ ഇമാം ഷാഫിഈ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പദവിയിലല്ല, താഴെയാണ്. എത്രയോ താരതമ്യത്തിന് പോലും അർഹനല്ല. കാരണം ഒന്ന് നബിയാണ്, റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് നേർക്കുനേരെ വരിക. എന്നിട്ട് ഇമാമിങ്ങളിൽ ആരുടെയെങ്കിലും വാക്ക് അവരൊരിക്കലും ബോധപൂർവം ഒരു ഹദീസിന് എതിര് നിന്നിട്ടില്ല. പക്ഷെ അവർക്ക് അബദ്ധം പടഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓർമ്മയിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മനസ്സിലാക്കിയതിൽ അബദ്ധമൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ മാസൂമല്ല, തെറ്റുകളിൽ നിന്ന് മുക്തനായിട്ട് അബൂബക്കർ സിദ്ദീഖ് പോലുമില്ല. അപ്പോൾ അത് എടുക്കാതെ ഇതിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് പോകുന്ന ആൾക്കാരോട് ഇതേ കാര്യം ചോദിക്കാവുന്നതാണ്. ഈ ആയത്ത് പലയിടത്തും പറയാവുന്ന കാര്യമാണ്. തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഹറാം ചെയ്തിട്ട് ഹലാൽ ഒഴിവാക്കുന്നവനോട് ചോദിക്കാവുന്ന കാര്യമാണ്. ഖുർആൻ ഒഴിവാക്കിയിട്ട് സംഗീതത്തിന് പുറകെ പോകുന്നവരോട് ചോദിക്കാവുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ കലാം ഇപ്പുറത്തുണ്ടായിട്ട് നീ സംഗീതമാണോ തിരഞ്ഞെടുക്കുന്നത്? ഇങ്ങനെ പല കാര്യത്തിൽ അള്ളാഹു ഹലാലാക്കിയത്, അതുപോലെ സിനയുടെ പുറകെ പോയിട്ട് വിചാരത്തിന് പുറകെ പോയി വിവാഹം അതിനെ മാറ്റിവെക്കുന്ന ആളുകൾ, ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഈ ആയത്ത് കേവലം ഒരു ഉള്ളിയും പയറും മണ്ണിനും സെൽവക്കും പകരം വാങ്ങിച്ചതിന് മാത്രമല്ല, മറിച്ച് ഈ സ്വഭാവം ആർക്കെല്ലാം എന്തെല്ലാം കാര്യത്തിലുണ്ടോ അതിനൊക്കെ ഇത് ബാധകമാണ്. നല്ലത് ഒഴിവാക്കിയിട്ട് നീ മോശമായതിൻ്റെ പിറകിലാണോ പോകുന്നത് എന്ന ചോദ്യം. ഇഹ്ബിതു മിസ്റൻ, ഇഹ്ബിതു മിസ്റൻ, ഇഹ്ബിതു വാക്ക് മൂന്നാമത്തെ തവണയാണ് വരുന്നത്. മുന്നേ വന്ന് ഖുൽനാ ഇഹ്ബിതു ബഅദുകും ലിബഅദിൻ അദു, അതുപോലെ ഇഹ്ബിതു മിൻഹാ ജമീഅൻ. ഇപ്പോൾ ഇവിടെ വന്നു, ഇവിടെ മൂന്നാമത്തെ ഇഹ്ബിതു. അവിടെ രണ്ട് സ്ഥലത്ത് ഇഹ്ബിതു വന്നപ്പോൾ എന്തായിരുന്നു? മുകൾ താഴ്ത്തുകയായിരുന്നു. അതുകൊണ്ട് ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞു റഹിമഹുല്ലാഹ്, ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേലുകാർ താമസിച്ചിരുന്ന ഉയരമുള്ള പ്രദേശങ്ങളിലായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇഹ്ബിതു എന്ന് പറയേണ്ടതില്ല. ഹബത്ത എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് മുകളിൽ താഴ്ത്തേക്ക് ഇറങ്ങാനാണ്. ഇഹ്ബിതു എന്ന വാക്ക് ഹബത്ത എന്ന് വെറുതെ പറയില്ല, ഇറങ്ങിപ്പോകാൻ മാത്രമേ, ഇറങ്ങിപ്പോകാനേ പറയുള്ളൂ. താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിനാണ് ഇഹ്ബിതു എന്ന് പറയുന്നത്. ഇഹ്ബിതു മിസ്റൻ, ഇഹ്ബിതു മിസ്റൻ. നിങ്ങൾ ചില ആൾക്കാർ പറഞ്ഞു ഇത് മിസ്റാണ്. ഏത് മിസ്ര? ഈജിപ്ത്. പക്ഷെ അത് ദുർബലമാണ് അഭിപ്രായം. എന്തുകൊണ്ട്? നമ്മൾ നഹ്വു പഠിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഉത്തരം പറയരുത്. മിസ്റൻ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറയരുത്. മിസ്ർ എന്ന നാട് അതിനെക്കുറിച്ച് പറയുമ്പോൾ മിസ്റ എന്നേ പറയുള്ളൂ. മിസ്റ അതൊരിക്കൽ തൻവീൻ വരില്ല ആ വാക്കിന്. മിസ്ർ രാജ്യം ഉദ്ദേശിച്ച് ഏത് രാജ്യം എനിക്കറിയില്ല. മിസ്ർ എന്നുള്ള വാക്കിന് നമ്മളെ ഈജിപ്തിന് മിസ്ർ എന്ന് പറയും എന്നതുപോലെ തന്നെ അറബി ഭാഷയിൽ മിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാട്, രാജ്യം. രാജ്യത്തിന് മിസ്ർ എന്ന് പറയും, രാജ്യത്തിന് മിസ്ർ എന്ന് പറയും. അതേപോലെ നമ്മൾക്ക് അറിയുന്ന ഈജിപ്തിനും മിസ്ർ എന്ന് പറയും. ഈജിപ്തിന് മിസ്ർ എന്ന് പറയുന്നത് ഒരു പേരായിട്ടാണ്. അതിനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ അത് ഇൻഷാ അല്ലാഹ് പഠിക്കുക മംനൂ മിന സർഫാണ്. അത് തൻവീൻ വരില്ല, മിസ്റാന്നേ പറയുള്ളൂ. എന്നാൽ ഇവിടെ എങ്ങനെ വന്നത്? ഇഹ്ബിതു മിസ്റൻ. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയാൽ മതി. ഏതെങ്കിലും നാട്ടിൽ പോയാൽ, അതായത് ഏതെങ്കിലും പട്ടണത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞത് കിട്ടും. ഇഹ്ബിതു മിസ്റൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് പോയി നോക്കും. ശരി, ഇത് പോകാനുള്ള കൽപ്പനയാണോ? ചില പറഞ്ഞു പോകാനുള്ള കൽപ്പനയാണ്. അതായത് പോയിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോയിട്ട് വാങ്ങിച്ചോളും. അവിടെ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രാർത്ഥിക്കില്ല. നിങ്ങൾക്ക് ഉള്ളിയും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ ഇഹ്ബിതു മിസ്റൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് പോയിട്ട് അവിടുന്ന് ഇത് എടുത്തോളും. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു അല്ല, ഇത് പോകാനുള്ള കൽപ്പനയല്ല, ഇത് ആക്ഷേപമാണ്. പോകാനുള്ള കൽപ്പനയല്ല. നമ്മൾ ആൾക്കാരോട് നിനക്ക് വേണമെങ്കിൽ പോയി തൊലയിടാന്ന് പറയില്ലേ ആളുകളോട്? നീ പോയിക്കോ അങ്ങനെ പറയില്ലേ? ഇത് പോകാനുള്ള കൽപ്പനയല്ല. ഇഹ്ബിതു മിസ്റൻ എന്നുള്ളത് ചിലർ അങ്ങനെ പറഞ്ഞു, തൗബീഖിന് വേണ്ടിയാണ്, ആക്ഷേപത്തിന് വേണ്ടിയാണ്. അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പൊയ്ക്കോന്നറിയില്ല നമ്മൾ ചിലപ്പോൾ പോകാനുള്ള അർത്ഥത്തിന്. നല്ല കുട്ടികളെ ചിലപ്പോൾ ചീത്തറിയുമ്പോൾ പറയില്ലേ,
പൊയ്ക്കോടുന്നതെന്ന് അറിയില്ല. പൊയ്ക്കോടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ഇപ്പോൾ പോകണം എന്നാണോ? അല്ല, ദേഷ്യത്തിൽ പറയുന്നതാണ് ആ സമയത്ത്. പോവുക എന്നുള്ളത് ഉദ്ദേശമല്ല. ചിലർ പറഞ്ഞു ഇവിടെ എഹ്ബത്തു മിസ്റൻ എന്നത് തൗബീഖിന് വേണ്ടി, തൗബീഖ് എന്ന് പറഞ്ഞാൽ ആക്ഷേപത്തിന് വേണ്ടിയാണ്. എഹ്ബത്തു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതു, ഫഇന്ന ലക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, മാ സഅൽതും നിങ്ങൾ ചോദിച്ചത് അവിടെ കിട്ടും. അത് വേണമെങ്കിൽ എവിടെയെങ്കിലും പട്ടണത്തിൽ പോയി ചോദിച്ചു, അവിടെ പോയാൽ അവിടെ പോയി കിട്ടും. എന്നോടല്ല അത് പറയേണ്ടത് എന്ന അർത്ഥത്തിൽ. ഇത് യഥാർത്ഥത്തിൽ അവർ വിനയത്തിൽ ചോദിച്ചിരുന്നെങ്കിൽ അള്ളാഹു അവർക്ക് നൽകുമായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യവും റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഇത്ര നിസ്സാരമായ കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷേ അവരിത് ചോദിച്ചത് ധിക്കാരത്തിലും അഹങ്കാരത്തിലും നിഅമത്തിനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടുമാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഉത്തരം നൽകപ്പെടാതിരുന്നത്. അവരുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഒരിക്കലും എന്തായിരുന്നില്ല, ഒരു വിനയത്തിലുള്ള ചോദ്യമായിരുന്നില്ല. അള്ളാഹുവിനോടുള്ള മര്യാദയോ ഒന്നും പുലർത്താത്ത ചോദ്യം. ഇതുപോലെ തന്നെയാണ് ഇനി ആ മറ്റേ പശുവിൻ്റെ സംഭവം വരുമ്പോഴും. പശുവിൻ്റെ നിറം എന്താണ് അവർ ചോദിക്കുന്നത്? അള്ളാഹുവിനെ അനുസരിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ? പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോലെ പശുവിൻ്റെ നിറം എന്താണ്, പശുവിൻ്റെ കോലെന്തായിരിക്കണം, ഏത് പശു ആയിരിക്കണം, ഇത് അവർ ചോദിക്കുന്നത് ഒരിക്കലും എന്തിനല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ ഏറ്റവും കൃത്യമായി ചെയ്യണമെന്ന അർത്ഥമില്ല. ചോദിക്കുന്നവൻ്റെ നീയത്തെ അനുസരിച്ചായിരിക്കും അവനുള്ള പ്രതികരണം ലഭിക്കുക. ഇവരുടെ ചോദ്യം ധിക്കാരത്തുള്ള ചോദ്യമായിരുന്നു, അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് കിട്ടിയത്. അഹ്ബത്തു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും വദുരിബത് അലൈഹിമുദ് ദില്ലതു വൽ മസ്കന. വദുരിബത് അവർക്കുമേൽ, ഇവിടെ ദറബ എന്നുള്ളത് മറ്റേ ഇതിന് പറയും, ഈ ചില മുഫസ്സിരിങ്ങൾ ചില പറഞ്ഞേക്കാണ്, ഈ ടെൻ്റ് കടിക്കില്ല നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട്, അതിന് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദുരിബത്ത്, അതിന് വാക്ക് എനിക്ക് ഓർമ്മയിട്ടുള്ള അതേ രൂപത്തിലാണ് അവിടെ പ്രയോഗിച്ചത്. വദുരിബത്ത് അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നറിയില്ലേ, അതാണ് വദുരിബത്ത് അലൈഹിം അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അദ്ദില്ലത്തു, ദില്ലത്ത് നിന്യത, അവർക്കുമേൽ നിന്യത അടിച്ചേൽപ്പിക്കപ്പെട്ടു. ദില്ലത്ത്, ദുരിബത്ത് അലൈഹിമു അദ്ദില്ലത്തു. ദില്ലത്ത് എന്ന് പറഞ്ഞാൽ നിന്യതയാണ്, നിന്യ അപമാനിതരായി ജീവിക്കുക എന്നുള്ളത്. ഇത് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ യഹൂദരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഈ അടുത്ത കാലഘട്ടത്തിലെ ചരിത്രം വരെ എടുത്തു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഇവർ നിന്യത, ഇവരുടെ ചരിത്രകാലം മുതൽ യഹൂദരുടെ ചരിത്രം എടുത്താൽ നിന്യത അവരിലേക്ക് ചേർന്നുകൊണ്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാറി നിന്നിട്ടുള്ളൂ. ഇപ്പോൾ ഫലസ്തീനിലവർക്ക് അവർ നാട് കൊണ്ടെടുക്കുന്നു. ഇത് ഉണ്ടാവുന്നതിന് തൊട്ടു മുൻപുള്ള അവരുടെ സ്ഥിതി എടുത്തു നോക്കിയാൽ, യൂറോപ്പ് യഹൂദരുടെ പ്രോബ്ലം ഓഫ് ജ്യൂസ് എന്നതായിരുന്നു അവരുടെ. ജ്യൂസ് ഒരു യഹൂദരൊരു പ്രോബ്ലമാണ്, ഒരു പ്രശ്നമാണ്, നാടിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നതിൽ നിന്ന് എല്ലാ യൂറോപ്യൻ നാടുകളിൽ നിന്നും പുറത്താക്കപ്പെടരുത്. എല്ലാ യൂറോപ്യൻ നാടുകളും നിങ്ങളെടുത്ത് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് അതിൻ്റെ തഫ്സീറിൽ നമുക്ക് പറയാനുണ്ടത്. ഇവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ദില്ലത്ത് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, വളരെ കുറഞ്ഞ സമയങ്ങളിലൊഴി. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി ഔ ഹബ്ലിൻ മിനന്നാസ്. ഈ ദില്ലത്ത്, ഈ അപമാനം ഇവരിൽ നിന്ന് എപ്പോഴെങ്കിലും എടുത്തു നീക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള എന്തെങ്കിലും കരാറിൻ്റെ പേരിലായിരിക്കും, അതായത് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഔ ഹബ്ലിൻ മിനന്നാസ്, ഏതെങ്കിലും നാട്ടിൽ ചിലപ്പോൾ ഒരു കരാറിൽ അവർക്ക് ജീവിക്കാൻ അനുവാദം കൊടുത്താൽ ചിലപ്പോൾ ലഭിക്കും. ഇതല്ലെങ്കിൽ യഹൂദർ യൂറോപ്പിൽ നിങ്ങൾ എടുത്തു നോക്കി, യൂറോപ്പിൻ്റെ ചരിത്രം, വിദൂരമായ ചരിത്രം എടുത്തു നോക്കണ്ട. ഇവർക്ക് നാട്ടിലെ എല്ലാവരുടെ ഇടയിൽ ജീവിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല, പട്ടണത്തിന് പുറത്ത് താമസിക്കണം. അതിനാകട്ടെ അതിന് ന്യായമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു പലപ്പോഴും പല നാടുകളിൽ യഹൂദർ കയറിയിട്ടുണ്ടാക്കിയ കുഴപ്പങ്ങൾ. ഇവരുടെ എല്ലാ നാടുകളിലും ഇവർ ചെയ്ത ഒരു കാര്യം പലിശക്ക് പണം കൊടുക്കുക, ജനങ്ങളുടെ അടുത്ത് നിന്ന് സമ്പത്ത് വലിയ പലിശക്ക് ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ എല്ലാ കാലഘട്ടത്തിലുള്ള അവരുടെ സ്വഭാവത്തിൽപ്പെട്ടത്. യഹൂദരുടെ ചരിത്രം എടുത്തു നോക്കി ഇത് കാണാം. ഇപ്പോഴും നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് അജബായ കാര്യം, ഇപ്പോഴും യഹൂദരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവരുണ്ടാക്കുന്ന ഈ അവരുടെ കോർപ്പറേഷനുകളാകട്ടെ, അവരുടെ വലിയ കമ്പനികളാകട്ടെ, ഒരു മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള ഇടപാടുകളിലായിരിക്കും ഇത്തരം ജൂതരുണ്ടാക്കുന്ന പല കമ്പനികളുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കും. അത് ഈ കാലത്തും അറിയപ്പെട്ടതാണ്. ഞാനിത് വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ജൂതരുടെ സ്വാധീനമുള്ള
കച്ചവട രീതികൾ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതായിരിക്കും. മനുഷ്യനെ അടിച്ചമർത്തുക എന്നുള്ളത് ഇൻഷുറൻസിൻ്റെ പേരിൽ, അതുപോലെ ലോണിൻ്റെ പേരിൽ, കടം നൽകുന്നതിൻ്റെ പേരിൽ, പലിശയുടെ പേരിൽ. ദുരിബത്ത് അലൈഹിമുദ്ദില്ല, ഇവർക്കുമേൽ അപമാനം അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇത് വായിച്ച കുറച്ച് കാലം മുൻപുള്ള വേൾഡ് ക്ലാസിക്കുകളായി പുറത്തിറങ്ങിയ പല ഷേക്സ്പിയറിൻ്റെ ബുക്കുകൾ എടുത്തു നോക്കിയാൽ, നോവലുകൾ എടുത്തു നോക്കിയാൽ, ഞാനിത് കൂടുതൽ പറയുന്നില്ല, പക്ഷേ അങ്ങനത്തെ നിങ്ങൾ എടുത്തു നോക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷേ അതിൽ നിങ്ങൾക്ക് കാണാം ഇത് ജൂതർ സമൂഹത്തിൽ എങ്ങനെയാണ് ഗണിക്കപ്പെട്ടിരുന്നത്. പലിശ കൊടുക്കുന്നതിൽ അറിയപ്പെട്ട ഷൈലോക്കിൻ്റെ ചരിത്രം, സാഹിത്യത്തിലും ഒക്കെ ഇത് കാണാം. ഈ ജൂതർ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ചരിത്രകാലം എടുത്തു കഴിഞ്ഞാൽ ജൂതരുടെ ചരിത്രം ഈ അടിച്ചമർത്തലാണ്. എന്തിനും അവരുടെ കിതാബുകൾ തന്നെ അതുണ്ട്. അവരുടെ കിതാബുകളിൽ ഈ ദില്ലത്ത് അവർക്ക് മേലുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ കിതാബിലുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ പോലും അവർ പറയുന്ന അവരുടെ നാട് ജൂതരാഷ്ട്രം, അതിൻ്റെ ഉള്ളിൽ ജൂതരാഷ്ട്രം നിലനിൽക്കാൻ പാടില്ല, ഈ രാഷ്ട്രം യഥാർത്ഥത്തിൽ അന്യായമാണ്, ഈ രാഷ്ട്രം നിലനിൽക്കാൻ പാടില്ല, നമുക്ക് അന്തിമ മസീഹ് വരാതെ, അവർ പറയുന്നത് ദജ്ജാലിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ, വരാതെ രാജ്യം കെട്ടിപ്പടുക്കാൻ പാടില്ല, നമ്മൾ നിന്ദ്യരായ സമൂഹമാണ്, നമുക്ക് ദൈവം നിന്ദ്യത എടുത്തു നീക്കാൻ അവസാനം വരുന്നത് ആരാണ്? മസീഹാണ്. ആ മസീഹ് വരുന്നത് വരെ രാജ്യം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ, അതായത് ശരിയായ ഓർത്തഡോക്സ് ജൂതന്മാർ ഇപ്പോഴും എവിടെ ഉണ്ട്? നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. ഞാൻ പറയുന്ന കാര്യം കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ അന്വേഷിച്ചാൽ കിട്ടും. ശരിയായ ജൂതന്മാർ, കിതാബ് പഠിച്ച ജൂതന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ ഉള്ള, പിന്നെ അതായത് താടി വളർത്തുകയും മീശ കട്ടിക്ക് വളർത്തുകയും ചെയ്യുന്ന, മുടിയൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന, കിതാബ് വായിക്കുന്ന ജൂതന്മാർ, അവരുടെ ഓർത്തഡോക്സ് ജൂതന്മാരുടെ വാദം നിനക്കറിയോ? ഇവരുടെ ഈ രാജ്യം അതിൻ്റെ ഫൗണ്ടേഷൻ ഡേയിൽ ചില നാടുകളിൽ ജൂതർ റോഡിൻ്റെ 2 വശത്തായി നിന്നുകൊണ്ട് ഒരു വശത്ത് ആഘോഷവും മറ്റൊരു വശത്ത് പ്രതിഷേധവും കാണാം. ഈ പ്രതിഷേധിക്കുന്നത് എന്തിനാണ്? ജൂതരാഷ്ട്രം ഉണ്ടാക്കിയത് അന്യായമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട് അന്യായം? മുസ്ലിങ്ങളെ പുറത്താക്കിയതുകൊണ്ടല്ല, മറിച്ച് ഇവരുടെ കിതാബ് പ്രകാരം ഇവർക്ക് അധികാരത്തിന് അവസരമായിട്ടില്ല. അതെപ്പോഴേ പാടുള്ളൂ, ദജ്ജാൽ വന്നാലേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ദില്ലത്ത് അവർക്കുണ്ട് എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. അവരുടെ കിതാബുകളിൽ തന്നെ അത് നിങ്ങൾക്ക് കാണാം. അതിന് അള്ളാഹു പറഞ്ഞ കാരണവും നിങ്ങൾക്ക് അവിടെ കാണാം. അതുകൊണ്ട് ഷെയ്ഖ് ഫൗസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഈ തഫ്സീറിൽ അദ്ദേഹത്തിന് കാണാം. അദ്ദേഹം പറഞ്ഞേക്കാണ്, യഹൂദരുടെ ചരിത്രം എടുത്താൽ ഈ ദില്ലത്ത് പലപ്പോഴായി കാണാം. രാജാക്കന്മാർ വരും, ഇവരടിച്ചമർത്തും. യൂറോപ്പിലുള്ള, ഇംഗ്ലണ്ടിലും അതുപോലെ സ്പെയിനിലുമുള്ള ഒന്നിലധികം രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ യഹൂദർ എന്ത് ചെയ്തിട്ടുണ്ട്? നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഇവരെ അവിടെ നിർത്താൻ വിടാതെ പുറത്തേക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർ നിൽക്കുകയാണെങ്കിൽ തന്നെ വലിയ നികുതി. അത് ഒരു പരിധിവരെ ചിലതിൽ അന്യായമുണ്ടായിരുന്നു. യഹൂദ ചരിത്രകാരന്മാരിൽ തന്നെ ചിലർ പറഞ്ഞേക്കാണ്, ഞങ്ങൾ സമാധാനത്തിൽ ജീവിച്ചത് എവിടെയാണ്? മുസ്ലിം രാജ്യങ്ങൾ, ഇസ്ലാമിക് ഖിലാഫത്തിന് കീഴിലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, യൂറോപ്പിൽ നിന്ന് അങ്ങനെ പുറത്താക്കപ്പെട്ട ജൂതരാണ് ഈ അറബ് നാടുകളിൽ വന്നിട്ട് കുടിയേറിയിട്ട് അവസാനം എന്ത് ചെയ്തത്? അവിടെ രാജ്യം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ പുറത്താക്കിയത്. അവർക്ക് അഭയം കൊടുത്തവർ മുസ്ലിങ്ങളായിരുന്നു, അവരെ പുറത്താക്കിയത്. നിങ്ങൾ ചരിത്രം എടുക്കുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് മുൻപ് എടുത്തു കഴിഞ്ഞാൽ ബാബിലോണിയയിൽ വന്ന അറബിയിൽ പിന്നെ ബഖ്തനസർ എന്നാണ് ആളെ പേര്. പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ നെബുക്കനൈസർ എന്ന് സെർച്ച് ചെയ്ത ചരിത്രത്തിൽ അല്ലേ, നെബുക്കനൈസർ, അയാളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം. ഇത് ബൈബിളിൽ പറഞ്ഞ ചരിത്രമാണ്, അത് പഴയ നിയമത്തിൽ ഈ ചരിത്രമാണ്. ഹംകല്ല രാജാവ് ബാബിലോണിൽ വന്ന് ഇറാഖിലുള്ള രാജാവായിരുന്നു. ഈ രാജാവ്, ഇങ്ങനൊരു രാജാവ് വരാനുണ്ട്, ഇയാൾ നിങ്ങളെ അടിച്ചമർത്തും എന്ന് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രവാചകന്മാരിൽ ഒരാൾ ഇവർക്ക് താക്കീത് നൽകിയിരുന്നു. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ആ പ്രവാചകനെ പിടിച്ച് ജയിലിട്ടു. അങ്ങനെ ഇയാൾ വന്നിട്ട് ഇവരുടെ നാട് ഒന്നാകെ, ഫലസ്തീൻ ഒന്നാകെ തകർക്കുകയും സ്ത്രീകളെ ഇവർ തല മറക്കാതെ പുറത്തു വന്നിട്ട് വഴികളിൽ നിർത്തുകയും പുരുഷന്മാരെ കൊന്നൊടുക്കുകയും കുട്ടികളെ വെറുതെ വിടുകയും ചെയ്ത കാലമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇത് മൂസാ നബിൻ്റെ കാലത്തിന് ശേഷം പറയുന്നത്. ഈസാ നബിൻ്റെ, മൂസാ നബിൻ്റെ കാലങ്ങൾക്കിടയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം സമാനമായ ചരിത്രം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ജൂതന്മാരെ ഇതേപോലെ കൊന്നൊടുക്കിയത്. കുറച്ച് കാലഘട്ടം മുൻപെടുത്ത് നോക്കിയാൽ ഹിറ്റ്ലറിൻ്റെ ചരിത്രം ഇതേ ചരിത്രമാണ്. ജൂതന്മാർ എന്ന ഒരു സമൂഹത്തെ തന്നെ ഒന്നടങ്കം തകർക്കാൻ വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചത്.
ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ഈ ദില്ലത്ത്, ഈ നിന്ദ്യത ഉണ്ടല്ലോ, ഓരോ നാടുകളിൽ ചെന്നാൽ അനുഭവിച്ചിരുന്ന ഈ നിന്ദ്യത എല്ലാ കാലത്തും ഇവരുടെ ചരിത്രം എടുത്തു നോക്കിയ ഖുർആൻ ഈ പറഞ്ഞ കാര്യം, വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിന് ചരിത്രം മുൻപുണ്ട്, ഖുർആൻ അവതരിച്ചതിന് ശേഷം ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് യഹൂദർ അവരുടെ ചരിത്ര വിവരണങ്ങൾ എടുത്തു നോക്കിയാൽ അവർ സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്ന കുഴപ്പങ്ങൾ, മദീനയിൽ ഇതേ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. മദീനയിൽ ഇതേപോലെ പലിശക്ക് ജനങ്ങളെ വാങ്ങിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, എല്ലാ നാടുകളിലും ഇതുവരുടെ സ്വഭാവത്തിൽപ്പെട്ടായിരുന്നു. യഹൂദർ അടുപ്പിക്കാൻ കൊള്ളാത്തൊരു സമൂഹമാണ് എന്നത് പൊതുവേ ഇവരുടെ ഹുബ്സ് അത്രയും കടുത്തതാണ്, നിങ്ങൾ ഈ ആയത്തുകൾ വായിക്കുന്നത് പോലെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്, വൽ മസ്കന ഗുരിബത്ത് അലൈഹിം ദില്ലത്ത് വൽ മസ്കന. മസ്കനത്ത് എന്താ? മസ്കനത്ത് ആ പദത്തിനോട് സമാനമായ ഒരു അറബി പദം പറയുന്നത് സക്കീനത്തോ? അത്രയും സക്കീനത്ത് ഭയങ്കര ഓപ്പോസിറ്റ് ആയിപ്പോയി. മസ്കനത്ത് പാവപ്പെട്ട ആൾക്ക് എന്താ പറയാ? മിസ്കീൻ. മസ്കനത്ത്. സക്കീനത്ത് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. മസ്കനത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. മസ്കനത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്, ഫഖർ. അത് രണ്ട് രഹസ്യമായിരുന്നു. ഒന്ന് മസ്കനത്തുൻ ഖൽബിയ, രണ്ട് പിന്നെ ഒന്ന് ഫഖറുൽ ഖൽബി, രണ്ട് ഫഖറുൽ യദ്, ഒന്ന് ഫഖറുൽ ഖൽബ്. ഒന്ന് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യാവസ്ഥ. അതായത് മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൈസൽ ഗിന അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ധന്യതയാണ്. കാരണം ഒരാൾക്ക് കുറച്ചുണ്ട് പക്ഷെ അതിൽ തൃപ്തിപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ധന്യതയുള്ളവനാണ്. ഈ സ്വഭാവം, ഈ മസ്കനത്ത് ഇവർക്ക് എപ്പോഴും ഉള്ളതാണ്. അതായത് എത്ര കിട്ടിയാലും തൃപ്തിപ്പെടാത്ത സ്ഥിതി, എത്ര ലഭിച്ചാലും സമ്പത്തിനോടുള്ള ആർത്തി യഹൂദരുടെ ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. അതാണ് ഫഖറുൻ ഖൽബി എന്നതോട് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഫഖർ ഉണ്ട്. രണ്ട് ഇതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ട് ഫഖറുൽ യദ്, പണമുണ്ടെങ്കിൽ പോലും ദരിദ്രരെ പോലെ ആയിരിക്കും ജീവിക്കുക. പിശുക്ക് അറിയപ്പെട്ടതാണ്. യഹൂദരുടെ പിശുക്ക് അറിയപ്പെട്ടതാണ്. ചരിത്രത്തിന് മറ്റേ കഥയിൽ ഉള്ളത് ഇയാൾ പിശുക്കാണ് അയാൾക്കുള്ളത്. എന്താ ഷൈലോക്കിൻ്റെ കഥയിൽ അതിലുള്ളത് അയാൾ ഭയങ്കര അറിയപ്പെട്ട പിശുക്കനാണ്. അത്ര കടുത്ത പിശുക്കനായിരുന്നു. പിശുക്കിന് ഉദാഹരണം പറയുന്ന വിധത്തിൽ ഈ ഖൗമ് ആയിരുന്നു. അവരുടെ ഈ പിശുക്ക് അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഖുർആൻ അല്ലാഹു പറഞ്ഞത് അം ലഹും നസീബും മിനൽ മുൽക്കി ഫഇദ ലാ യുഅ്തൂന അന്നാസ നഖീറ. ഇവർക്കെങ്ങാനും അധികാരത്തിൽ നിന്നൊരു പങ്ക് നൽകപ്പെട്ടിരുന്നെങ്കിൽ ലാ യുഅ്തൂന അന്നാസ നഖീറ, ജനങ്ങൾക്കൊരു നഖീർ പോലും, നഖീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ മേലുണ്ടാകുന്ന പൊട്ടില്ലേ, അതിനെ പറയുന്നത്, അതുപോലെ ഒരു ജനങ്ങൾക്ക് വെറുതെ കൊടുക്കില്ല. ഇവിടെ ആൾക്കാരെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തെങ്കിലും നിങ്ങൾ എടുത്ത് കേൾക്കാറുണ്ടോ ഒരു ജനത എന്ന നിലക്ക്? അപ്പോൾ ഈ രണ്ട് കാര്യം, ഒന്ന് ദില്ലത്ത്, രണ്ട് മസ്കനത്ത്, ഇത് രണ്ടും അവരുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യങ്ങളിലൊന്ന്. വബാഉ ബിഗദബിൻ മിനല്ലാഹ്, സമയം ബിഗിൻ അഫ്വൻ, ആയത്ത് കുറച്ച് വലുതാണ്. വബാഉ ബിഗദബിൻ മിനല്ലാഹ്, അവർ അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ടാണ് തിരിച്ചു മടങ്ങിയത്. ബാ എന്ന് പറഞ്ഞാൽ മടങ്ങി. ബിഗദബിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായിട്ടാണ് അവർ മടങ്ങിയത്. അതിനുള്ള കാരണം എന്താണ്? ദാലിക ബിഅന്നഹും കഫറൂ ബിആയാതില്ലാഹ്. ദാലിക കാരണം, ദാലിക അതങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ബിഅന്നഹും കഫറൂ കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചു കൊണ്ടിരുന്നു എന്നതാണ് അതിനുള്ള കാരണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, അതോടൊപ്പം അവർ നബിമാരെ യഖ്തുലൂൻ വധിച്ചിരുന്നു. വയഖ്തുലൂന നബിയ്യീൻ, അവർ നബിമാരെ കൊന്നിരുന്നു. ബിഗൈരിൽ ഹഖ്, ബിഗൈൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ. ശരി, ഇപ്പം ന്യായത്തോടുകൂടി നബിനെ കൊല്ലാൻ പറ്റുമോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ന്യായമില്ലാതെ കൊന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ന്യായത്തോടു കൂടി നബിനെ കൊല്ലാൻ പറ്റുമോ? നമ്മൾ മുന്നൊരു ദർശനത്തിൽ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ കുറിച്ചിട്ട് കുറച്ച് മുന്നിട്ട് പറഞ്ഞോളൂ. ഓർമ്മ എല്ലാവർക്കും? ഫിഖിൻ്റെ ദർശനമാണ് പറഞ്ഞത്. ഫിഖിൻ്റെ ദർശനമാണ്. ഫിഖിൻ്റെ ദർശനമാണ്. ഇത് ഖൈദുൻ അഗ്ലബിയാണ്.
അല്ലെങ്കിൽ അവർ പറയും സിഫത്തും കാഷിഫ, അതായത് ന്യായമില്ലാതെ കൊന്നു എന്ന് പറഞ്ഞാൽ ന്യായമില്ലാതെ കൊല്ലാൻ പറ്റുള്ളൂ, കൊല്ലുന്നതൊക്കെ ന്യായമില്ലാതെ ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞില്ല, മറ്റേ ഫിഖിൻ്റെ ഹദീസിന് ഓർമ്മയില്ലേ, സ്വർണത്തിൻ്റെ പാത്രത്തിൽ തിന്നരുത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ തിന്നത് കുടിക്കരുതെന്ന് പറഞ്ഞത് പൊതുവേ അതേ നടക്കുള്ളൂ, അതുകൊണ്ടാണ് ഖൈദുൻ അഗ്ലബി പറഞ്ഞ ഓർമ്മയില്ലേ? ആരും മുഖത്തൊരു ഓർമ്മ കാണില്ല, ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഫിഖിൻ്റെ കിതാബ് പറഞ്ഞു അതാണ് ഇവിടെ ഖൈദുൻ അഗ്ലബി. അതായത് നബിമാരെ കൊല്ലുന്നുണ്ടെങ്കിൽ അന്യായമായിട്ടേ കൊല്ലുള്ളൂ, അല്ലാതെ ന്യായമായിട്ട് നബിനെ കൊല്ലാന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവർ കൊന്നതൊക്കെ അന്യായമായിട്ടാണ്, അവരുടെ അന്യായം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രം. അതല്ലാതെ നബിയെ കൊല്ലുന്നത് ന്യായമായി കൊല്ലാൻ പറ്റുമെന്ന അർത്ഥം അവിടെ ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹു ഖുർആനിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നാനുള്ള ശിക്ഷ പറഞ്ഞത് എങ്ങനെയാണ്? സൂറത്തു നിസാഇൽ കാണാം, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹ വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അദീമ. ഒരു മുഅ്മിനെ കൊന്നാനുള്ള ശിക്ഷയാണിത്. ഒരു സാധാരണക്കാരനായ ഈമാനുള്ളൊരു മനുഷ്യനെ കൊന്നാൽ, ഒരു മുഅ്മിനായ ഒരാളെ വധിച്ചാൽ അള്ളാഹു പറയാണ് അവനുള്ള ശിക്ഷ എന്ന ഫജസാഉഹു ജഹന്നം, അവന് ശിക്ഷ നരകമാണ്. ഖാലിദൻ ഫീഹ, എന്നേക്കുമായി അവൻ നരകത്തിലായിരിക്കും. വഗദിബ അല്ലാഹു അലൈഹി, അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. വലഅന, അള്ളാഹു അവനെ ശപിക്കുന്നതാണ്. വഅഅദ്ദ ലഹു അദാബൻ അദീമ, കടുത്ത ഗുരുതരമായ ശിക്ഷ അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വെക്കുന്നതാണ്. ഒരു മുഅ്മിൻ, സാധാരണ ഒരു മുഅ്മിനെ കൊന്നാനുള്ള ശിക്ഷയാണിത്. പക്ഷേ ഇവർ നബിയെ കൊന്നു പോരാ, നബിമാരെ കൊന്നു എന്നതാണ് അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു. വയഖ്തുലൂന നബി എന്നാണോ? വയഖ്തുലൂന അൻ നബിയീന, നബിമാരെ കൊന്നൊടുക്കി എന്നതാണ്. എത്ര നബിമാർ! അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ ഫലസ്തീനിലുള്ള കാര്യം കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അത്ഭുതമാണ്, എങ്ങനെ മനുഷ്യനെ റബ്ബ് ഇത് സാധിക്കുന്നത്. കുട്ടികളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, ചെറിയ മക്കളെ ഇങ്ങനെ പട്ടിണിക്കിടുന്നു. എങ്ങനെ ഇവർക്കിത് സാധിക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടാറില്ല. ഈ നബിമാരെ കൊന്നൊരു ജനതയാണ് ഇവർ. ഇവരുടെ അടുത്ത് നിന്ന് ഇത് സംഭവിക്കുന്നുള്ളത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. ഇങ്ങനെ ചെയ്യാന്നുള്ളത്, ജൂതനത് ചെയ്യുന്നതിൽ ഒരു അത്ഭുതമല്ല. കാരണം അങ്ങനെ നബിമാരെ വധിച്ച, ഇബ്നു മസ്ഊദിൻ്റെ അസർ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ, പകലിൽ 70 നബിമാരെ കൊന്ന് വൈകുന്നേരം ചന്ത കൂടിയ ആളുകളാണ് യഹൂദരെന്നാണ്. ഇബ്നു മസ്ഊദിൻ്റെ അസറാണ്. രാവിലെ 70 നബിമാരെ കൊന്നൊടുക്കിയതിന് ശേഷം ഇവരുടെ കൂട്ടത്തിൽ യഹൂദരിൽ ധാരാളം നബിമാർ വന്നിരുന്നു എന്നാണ്. ഒരേ സമയം തന്നെ ധാരാളം നബിമാരുണ്ടായിരുന്നു. രാവിലെ പകലിൽ 70 നബിമാരെ കൊന്നൊടുക്കിയതിന് ശേഷം വൈകുന്നേരം ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്, ഒരു പോത്തിനെ അറുത്ത, ഒരു ആടിനെ അറുത്തിട്ട് മാംസത്തിൻ്റെ ശാലയിൽ വെച്ച ഒരാൾ വൈകുന്നേരം വന്ന് ചന്ത കൂടുന്നത് പോലെ. ഒരു മനുഷ്യനെ കൊന്ന ഒരാൾക്ക് വൈകുന്നേരം, ഒരു മനുഷ്യനെ കൊന്ന ഒരാൾക്ക് വൈകുന്നേരം നടക്കും എന്തെങ്കിലും ചിന്തിക്കാൻ. പക്ഷെ 70 നബിമാരെ കൊന്നൊടുക്കിയതിന് ശേഷം വൈകുന്നേരം വന്ന് ചന്ത കൂടിയ ജനതയാണ് യഹൂദർ എന്ന് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അശദ്ദുന്നാസി അദാബൻ, ജനങ്ങളിൽ ഏറ്റവും കടുത്ത ശിക്ഷയുള്ളത്, അശദ്ദു അഹ്ലിന്നാരി അദാബൻ, നരകത്തിൽ ഏറ്റവും കഠിന ശിക്ഷ ഉണ്ടായിരിക്കുക, മൻ ഖതല നബിയൻ ഔ ഖതലഹു നബി, ഒരു നബിയെ വധിച്ചവനോ അല്ലെങ്കിൽ ഒരു നബിയുടെ കയ്യാൽ വധിക്കപ്പെട്ടവനോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നബിനെ കൊല്ല, അല്ലെങ്കിൽ നബിയുടെ കയ്യാൽ വധിക്കപ്പെടുക, അവനായിരിക്കും ഏറ്റവും കടുത്ത ശിക്ഷ നരകത്തിലുണ്ടായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കണം. ഇവർ ഒരു നബിനല്ലേ കൊല്ലുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് മനുഷ്യൻ്റെ കൈ അതിന് പൊന്തുക? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്, നമ്മളോട് അതിക്രമം ചെയ്ത ആൾക്കാരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നമുക്ക് കൈ വന്നു. നമ്മളൊരാൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചത്, എന്നാൽ തിരിച്ചടിക്കാൻ ഒരു കൈ വറക്കുക എന്നുള്ളത്, നബിമാരെ കൊല്ലുക എന്നുള്ളത് എത്ര ഗുരുതരമായ തെറ്റായിരിക്കും നിങ്ങൾ ആലോചിച്ചു. വയഖ്തുലൂന നബിയീൻ, നബിമാരെ ഇവർ കൊന്നൊടുക്കിയിരുന്നു എന്നതാണ്. അത് ചരിത്രത്തിൽ പ്രസിദ്ധരായ നബി സക്കരിയ നബിയെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്. അത് സുബ്ഹാനല്ലാഹ് കിതാബിലുണ്ടത്, ഇവരെ പഴയ നിയമത്തിലുണ്ട്. സക്കരിയ നബിനെ കൊന്നത് അവർ പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് അവരുടെ പുസ്തകങ്ങളിലുള്ളത്. പക്ഷേ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് മിൻഷാർ കൊണ്ട് തലയുടെ മുകളിൽ ഈർച്ചവാൾ വെച്ചിട്ട് 2ആയി പളർത്തിയിട്ട് കൊന്നുന്നാണ് സക്കരിയ നബിനെ വധിച്ചത്.
യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിച്ചതും ഇതേപോലെ തന്നെ യഹൂദർ. അല്ല, യഹൂദർ സക്കരിയ നബിയെ വധിച്ചത് ഈ രൂപത്തിലാണ് എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കാണ്. പിന്നീട് യഹ്യാ നബിയെ അതേപോലെ ഒരു വധിക്കുകയാണ് ചെയ്തത്. പിന്നെ ഉണ്ടായിരുന്ന ആളാരാണ്? ബാക്കി ഉണ്ടായിരുന്നത് അന്നുണ്ടായിരുന്നത് യഹ്യാ നബി ഈസാ നബിയാണ്. ഈസാ നബിനെ വധിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈസയെ ഉയർത്തിയത്. ഈസയെ ഇവർ വധിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തിയത്. പിന്നെ വന്ന നബി ആരാണ്? അവസാനത്തെ നബി അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തവണയാണ് ഇവർ നബിനെ വധിക്കാൻ നോക്കിയെന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സന്ധി സംഭാഷണത്തിന് വിളിച്ചു. ഒരു തവണ വീട്ടിൻ്റെ ഓരത്ത് കൊണ്ട് ഇരുത്തിയിട്ട് ഇവർ പറഞ്ഞു മുകളിൽ നിന്ന്. അന്ന് നോക്കണം, നബി മദീനയുടെ ഭരണാധികാരി കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സന്ധി സംഭാഷണത്തിന് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി. എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ഞങ്ങൾക്ക് ദീനിനെ കുറിച്ച് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ മുസ്ലിം ആവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു വീടിൻ്റെ താഴത്ത് ഓരത്ത് കൊണ്ടുവരുത്തിയിട്ട് മുകളിൽ നിന്ന് പാറ തലക്കിട്ടിട്ട് കൊല്ലാൻ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മാറിപ്പോയി. പിന്നീടോ ഇതേപോലെ തന്നെ വളരെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കത്തി എടുത്തിട്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. സീറയുടെ കിതാബുകൾ കാണാം. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഷഹീദായിക്കൊണ്ടാണ്. എങ്ങനെ ഷഹീദായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് യഹൂദ സ്ത്രീ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ചോദിച്ച് മനസ്സിലാക്കി പെണ്ണ് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഏതാ ഭക്ഷണത്തിൻ്റെ? അത് ആടിൻ്റെ തുടയുടെ ഭാഗമാണ്. അതിൽ ഇവർ വിഷം കുത്തിവെച്ചു. എന്നിട്ട് ഭക്ഷണത്തിന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ ഒപ്പം കൊണ്ടുവരുന്നു. സഹാബി ഇത് കഴിച്ചു ഉടനെ മരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കഴിച്ചു. വായിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് വഹി എത്തി തുപ്പിക്കളഞ്ഞു. അവിടുത്തെ വഫാത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ അവിടുന്ന് പറഞ്ഞു, ആ യഹൂദ സ്ത്രീ തന്ന മാംസം അതിതാ എൻ്റെ ഈ കഴുത്തിന് ചുറ്റുമുള്ള ഞരമ്പുകൾ പിടിച്ചു വലിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് വഫാത്തായത് ഇബ്നു മസ്ഊദ് പറഞ്ഞേക്കാണ് ഷഹീദായിക്കൊണ്ടാണ്. നബിമാരെ വധിക്കുക എന്നത് ഈ ജനത എല്ലാ കാലത്തും സ്വീകരിച്ച സമീപനമാണ്. അത് ഈ കാലത്ത് കുട്ടികളെ കൊല്ലുന്നതിൽ അതുകൊണ്ടാണ് നിങ്ങൾ യഹൂദരെ നമ്മൾ ഇത് വായിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് അജബ് തോന്നിപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുക? കുട്ടികളെ അല്ലേ, നിങ്ങൾ ആൾക്കാർ പറയില്ലേ എന്താ പറയാം, പോയിൻറ്റ് ബ്ലാങ്ക് കുട്ടിയെ ഇങ്ങനെ നേരെ തൊട്ട് മുന്നിൽ ഒരു ചെറിയ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ, വെടിവെച്ച് കൊല്ലാൻ, ചെറിയ കുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ? പക്ഷെ നമുക്കതിൽ അജബ് തോന്നില്ല. ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നില്ല. കാരണം നബിമാരെ ഇങ്ങനെ കൊന്നൊടുക്കിയ ഒരു ജനത അവർ ചെറിയ മക്കളെയും സ്ത്രീകളെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നതിൽ ഒരു അത്ഭുതമല്ല. നിങ്ങൾ പിന്നെ ഇസ്രായേലിലുള്ള യഹൂദരോട് കുട്ടികളെ കൊല്ലുന്നതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായ ശേഖരണം നടത്തുന്നത് നിങ്ങൾക്ക് കാണാം. എത്രയോ യഹൂദർ എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടേ ആരെങ്കിലും എതിർത്ത് പറയുള്ളൂ. യഹൂദർ പറയുന്നത് കൊല്ലുന്നതിൽ യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ അള്ളാഹ് തിരഞ്ഞെടുത്തവരാണ്. യഹൂദർ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, നിങ്ങൾക്കിത് ഇന്നത്തെ കാലത്ത് ഇവരുടെ ഇത് പുറത്തേക്ക് വരുന്നത് കൊണ്ട് നമുക്കിത് കാണാൻ പറ്റും. അവർ തന്നെ പറയുന്നത് അവരുടെ ഇടയിൽ ട്രെൻഡായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളിലൊന്നായിരുന്നു യഹൂദരുടെ ഇടയിൽ ഈ കാലത്ത് ഫലസ്തീനിലുള്ള ആളുകളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുക, എന്നിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്, എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് ആരെങ്കിലും ഫോൺ എടുത്താൽ നിങ്ങൾക്ക് മകനുണ്ടോ അല്ലെങ്കിൽ കുട്ടിയുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഈ മകൻ ഇത് അവിടെ മരിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അവരുടെ കരച്ചിൽ കേട്ടിട്ട് റെക്കോർഡ് സന്തോഷിക്കുക. കുട്ടി മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അതിൽ സന്തോഷം. വേറൊരുത്തരുടെ കരച്ചിൽ കാണുന്നില്ല. അല്ലാഹുൽ അജബ് സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഖൗമ് ഖുർആൻ നിങ്ങൾ അവരെക്കുറിച്ച് അള്ളാഹു ഈ വിവരിച്ച ചരിത്രം വായിച്ചതിന് ശേഷം യഹൂദരെ ഒരു മനുഷ്യൻ വിലയിരുത്തിയാൽ അവർക്ക് ഒരു അത്ഭുതം തോന്നില്ല. അവരെ എങ്ങനെ കൊന്നൊടുക്കുന്നു എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അവരുടെ ചരിത്രത്തിലുള്ളത്. അതിനധികം പറയാൻ വിട്ടുപോയി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ള കാലത്ത് അവരെന്താ ചെയ്തത്? ഹാറൂനെ കൊല്ലാൻ നോക്കുക ചെയ്തത്. ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ ഹാറൂൻ നബിയാണ് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി, ഫിർഔന്റെ അടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് അല്ലേ? അവസാനം ഹാറൂൻ വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്താ അള്ളാഹു പറഞ്ഞത്? ഖാല ഇബ്ന ഉമ്മി ഇന്നൽ ഖൗമ ഇസ്തദ്അഫൂനി വകാദു യഖ്തുലൂനനി.
മൂസാ നബി ഹാറൂൻ്റെ താടിക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ എന്നെ കൊല്ലാനായി ഞാനിതിനെ എതിർത്തപ്പോൾ, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നബിയോടാണ് അവർ ചെയ്തത്. അത് ഏത് നബി? മൂസാ നബി കഴിഞ്ഞ രണ്ടാമത്തെ സ്ഥാനത്ത് അദ്ദേഹമാണുള്ളത്. അദ്ദേഹം ഹാറൂനിനെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ അദ്ദേഹം പോയിട്ടുള്ളത്. അങ്ങനെയുള്ള നബിയോടാണ്, ആ നബിനാണ് അവർ കൊല്ലാൻ നോക്കിയത്. അപ്പോൾ ഇത് അവരുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ. ഇതൊക്കെ കാരണം അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നതാണ്. അസൗ എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു. വക്കാനു യഅ്തദൂൻ, അവർ ഇഅ്തിദാ അതിക്രമം ചെയ്യുന്നവരായിരുന്നു. ഇഅ്തിദാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് അതിക്രമം ചെയ്യുന്നതിനാണ്. അസൗ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും, ഇഅ്തിദാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് അന്യായം പ്രവർത്തിക്കുന്നതും. ഈ ആയത്തിൽ ധാരാളം പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഒന്ന്, പിന്നെ ഈ യഹൂദരുടെ സ്വഭാവത്തിന് സദൃശ്യമുണ്ടാവാതിരിക്കുക, അള്ളാഹ് ചെയ്യുന്ന നിഅമത്തുകളെ നിസ്സാരമാക്കി സംസാരിക്കാതിരിക്കുക. ആളുകൾക്ക് ചിലപ്പോൾ ഈ മഴ പെയ്താലൊക്കെ ഉണ്ടാവുന്ന കാര്യമാണ്. മഴ പെയ്താൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ മഴ പെയ്താൽ മഴയെ മോശമാക്കി പറയും. അതൊക്കെ നിഅമത്തുകളെ നിന്ദിക്കുന്നതിൻ്റെ സ്വഭാവത്തിൽപ്പെടുന്ന ഒരു മനുഷ്യന് യോജിച്ചതല്ല. അതുപോലെ തന്നെ ഈ ആയത്തുകളിൽ പഠിക്കാവുന്നൊരു പാഠം, സെമീൻ അദ്ദേഹം പറഞ്ഞൊരു പാഠം, നല്ല പാഠമാണ്. അദ്ദേഹം പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നല്ലത് തിരഞ്ഞെടുക്കുന്നത് അനുവദനീയമാണ്. അതിൽ യാതൊരു തെറ്റുമില്ല, ദൂർത്തുണ്ടാവാത്തടത്തോളം കാലം. കാരണം എന്താ, ഇവിടെ അവരെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മൂസാ നബി എന്താ പറയുക, നല്ലത് എടുത്തുകൂടെയെന്ന് ചോദിച്ചത്. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല വാഹനം, നല്ല വീട്, നല്ല സൗകര്യം, അത് ഒരാൾ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയോ ചെയ്യുന്ന തെറ്റില്ല, എപ്പോഴാവാത്തടത്തോളം, ദൂർത്തില്ലാത്തടത്തോളം കാലം. അള്ളാഹുവിൻ്റെ ഗദബ് എന്ന സിഫത്ത് ഇതിലുണ്ട്. എവിടെയുള്ളത്? ഗദബിൻ മിൻ അല്ലാഹ്. അതുപോലെ തന്നെ നബിമാരെ കൊല്ലുന്നതിന് സമാനമാണ് നന്മ കൽപ്പിക്കുന്ന ആളുകളെ കൊല്ലുന്നത്. വിശുദ്ധ ഖുർആനിൽ അതിന് ആയത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത് എന്ന് വന്നത്. വഹദാ വല്ലാഹു അഅലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാറക നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.